ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കൽമാസിന്റെ റെസിപ്പിയാണ്. ബീഫ് വെച്ചിട്ടുള്ള കൽമാസിന്റെ ആട്ടാ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിതാ ആദ്യം തന്നെ ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 3 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടാണ് ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്താലും മതി. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് എടുക്കുന്ന സമയത്ത് നിങ്ങളെ എരിവ് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി നോക്കാം. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ ഫൈനായിട്ട് വാട്ടിയെടുക്കണ്ട, എന്നാലും ചെറിയൊരു രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ആട്ടാ ചേർത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ട ബീഫ് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുത്ത് വെച്ചിനെ. പിന്നെ ഇത് വേവിച്ച് എടുത്ത ശേഷം നമ്മൾക്ക് ആ വെള്ളം ബാക്കി ഉണ്ടെങ്കിൽ, കുക്കറിൽ വെള്ളം ഇനിയും ബാക്കി നിൽക്കുന്നതെങ്കിൽ അതൊന്ന് കുക്കർ ഓപ്പൺ ആക്കിയിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് ബീഫ് അതിൽ നിന്നെടുത്ത് മാറ്റാം. അങ്ങനെ ചെയ്യാൻ ആ ഒരു രീതിയിലാട്ടാ ചെയ്തത്. അപ്പോൾ ഇതാ ഈ ബീഫ് ഇനി മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ വല്ലാണ്ട് അങ്ങ് അരഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ഞാൻ ബീഫ് മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ വെക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇനി ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനിതാ മിക്സിന്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങന്റെ അളവ് കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല. ഞാൻ ഇപ്പോൾ ഒരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളിന്റെ ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക, അതായത് ഫെനൽ സീഡ്. എന്നിട്ട് ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഭയങ്കരമായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അത് അരച്ചെടുത്തിട്ട് അവിടെ മാറ്റി വെക്കാം. പിന്നെ ഞാനിതാ ഒരു ബൗളിൽ 2 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തിരിപ്പൊടി, നമ്മൾ ഒറോട്ടിൻ്റെ എല്ലാം പൊടിയാണ് ഇത്. അതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് അരിപ്പൊടി ഉണ്ട് കേട്ടോ ചെയ്യുന്നത്. അരി പുതിർത്തിയിട്ട് അരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. അരി പുതിർത്തിയിട്ട് അരച്ചിട്ടുള്ള റെസിപ്പി ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്, ചിക്കൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അതൊന്നും അങ്ങനെ കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഇപ്പം ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 കപ്പാണ് അരിപ്പൊടി എടുത്തത്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഞാനിതാ നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ ഒരു അരവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. വെള്ളം നോക്കി നോക്കി അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ കുഴച്ചിട്ടെടുക്കാം. കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അങ്ങനെ കുഴച്ചിട്ടെടുക്കാം. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. അതിനു വേണ്ടി ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ ആവിച്ചെമ്പ് എടുത്തിട്ടുണ്ട്. ആവിച്ചെമ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് മേലെ എന്നിട്ട് തട്ടിറക്കി വെച്ചു കൊടുക്കാം. ആ തട്ടിലേക്ക് ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. കയ്യിൽ കുറച്ച്
എണ്ണ ഈ ഒരു രീതിയിൽ തേക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു മിക്സിന്ന് ചെറിയൊരു പോർഷൻ ഈ ഒരു രീതിയിൽ എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ച ആ മസാലയിൽ നിന്ന് കുറച്ച് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. മസാല ഇടുന്നതിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ഇടാം. കുറച്ച് ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം, കൂടുതൽ ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മസാല വെച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ മസാല വെച്ചിട്ട് ഫസ്റ്റ് ഈ ഒരു രീതിയിൽ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമ്മളെ ഉന്നക്കായിൻ്റെ ആ ഒരു ഷേപ്പിൽ അങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അങ്ങനെ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ നല്ല വലുപ്പത്തിലാട്ടാ ചെയ്യുന്നത്. വേണമെങ്കിൽ ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് കുറച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒന്ന് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ആവിച്ചമ്പ് ഗ്യാസിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ വേവിച്ചെടുത്തതാണ്. ഇത് വേവിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഞാൻ ഇപ്പോൾ വേവിച്ചിട്ടില്ല. ഫസ്റ്റ് കുറച്ച് വേവിച്ചെടുത്തതാണ് ഇത്. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇങ്ങനെ കഴിക്കാൻ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിക്കുക. കാരണം മസാലയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടതാണ്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് അത് നോക്കിയിട്ട് അങ്ങനെ ഇടാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തത്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് മുളകിൻ്റെ ആ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇത് നല്ല കുറച്ച് ലൂസിലാട്ടാ ഈ ഒരു മുളകിൻ്റെ മിക്സ് ഉണ്ടാവാൻ. ഇനി നല്ല എരിവെല്ലാം വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മുളകൊന്ന് കുറച്ചൊന്നങ്ങനെ കട്ടിയായിട്ട് ഈ ഒരു മിക്സ് റെഡിയാക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ഇത് കുറച്ച് എരിവ് കുറച്ചിട്ടാക്കുന്നത് തന്നെയാട്ടോ നല്ല. കാരണം മസാലയിലെല്ലാം എന്തായാലും എരിവുണ്ട്. ഇത് സാധാരണ ഈ ഒരു ലൂസ് ആയിട്ടാ മുളകിന്റെ മിക്സ് ചെയ്തിട്ടെടുക്കാൻ ഈ ഒരു കൽമാസിന്. ഞാനിപ്പോൾ കുറച്ചൊന്ന് എരിവ് കുറച്ചിട്ട് കുറച്ച് ലൂസ് ആക്കിയിട്ടാ മുളകിന്റെ ആ ഒരു മിക്സ് റെഡിയാക്കുന്നത്. അപ്പോൾ അതാ ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു കൽമാസ് ഈ ഒരു രീതിയിൽ മുളകിന്റെ ആ മിക്സിൽ ഒന്ന് മുക്കി എടുത്തിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടെടുക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ നല്ലോണം പൊരിഞ്ഞിട്ട് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ നല്ലോണം 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് നല്ലോണം ഒന്ന് പൊരിച്ചങ്ങനെ എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് പൊരിഞ്ഞാൽ മതി എന്നുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ എടുത്താലും മതി. ഞാനിപ്പോൾ കുറച്ചൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മളെ കൽമാസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റും, ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റും. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ അങ്ങനെ ചോദിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.